രാധാകൃഷ്ണൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ സ്വാഭാവികമായും SIT സംബന്ധിച്ച് അവർക്ക് വെരി മച്ച് കോൺഫിഡൻസ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ഇനി ഈ വിഷയത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ SITക്ക് പറയാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതും നിർണായകമായി മാറും. പ്രത്യേകിച്ച് ഇതുവരെ ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ എന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് റിപ്പോർട്ടിലോ റിമാൻഡ് റിപ്പോർട്ടിലോ കസ്റ്റഡി റിപ്പോർട്ടിലോ എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി നടന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ആസൂത്രണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആരാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ A. പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമാണ് ഇതടക്കം മുഴുവൻ വിഷയങ്ങളെ കുറിച്ചിട്ടുമുള്ള ബ്രീഫ് അത് ഒരു ക്രക്സായി ഒരുപക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താണ് നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതീക്ഷിക്കാമെന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം A. പത്മകുമാറിൽ മാത്രം ഈ അറസ്റ്റ് നിൽക്കുമോ എന്നുള്ളതാണ്. ഇനിയും പേരുകൾ രാഷ്ട്രീയമായി തന്നെ വലിയ ആരോപണങ്ങളായിട്ട് ഉയർന്ന പലതരത്തിലുള്ള പേരുകളുണ്ട്. ആ പേരുകളിലേക്ക് അന്വേഷണ സംഘം പോകുമോ? ഡിസംബർ 3 അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ എന്താണ് പറയാൻ പോകുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.